ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്ക കൊണ്ട് മിച്ചർ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയാലോ. ഈ ഒരു മിച്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചക്കയുടെ പല ഭാഗങ്ങൾ പല ഷേപ്പിലും രുചിയിലും ആക്കിയിട്ട് ചേർത്ത് തന്നെ നമുക്ക് ചക്കയുടെ മിച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ അഡീഷണലായിട്ട് പൊട്ടുകടലയും മറ്റേ കടല കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ചക്കയുടെ പല ഭാഗങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് മിച്ചർ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാനെങ്ങനെയാണ് ചക്ക കൊണ്ട് മിച്ചർ ഉണ്ടാക്കുന്നത് എന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾ ഇതിലും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാറെങ്കിൽ ഇതിൽ കുറച്ചും കൂടിയും കാര്യങ്ങൾ ചേർക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്ക കുരു മാത്രം യൂസ് ചെയ്തിട്ട് മാവ് ഉണ്ടാക്കി അത് സേവനഴിയിൽ ഇട്ട് ഫ്രൈ ചെയ്തിട്ട് മിക്സർ ഉണ്ടാക്കാം. അല്ല പൾപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് മിക്സാക്കി മാവാക്കിയിട്ട് സേവനഴിയിൽ ഇട്ടിട്ട് മിക്സറാക്കാം. പൾപ്പും കുരുവും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ഇതേ രീതിക്ക് വ്യത്യസ്തമായ ഷേപ്പും രുചിയിലുള്ള മിക്സറും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും നല്ല മൂത്ത ചക്ക എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ നല്ല മൂത്ത പാകമായിട്ടുള്ള ചക്ക തന്നെ എടുത്തിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക പൾപ്പ്, ചക്കയുടെ ചുള വെച്ചിട്ടുള്ള മാവാണ്. അതിന് വേണ്ടിയിട്ട് ചക്കയുടെ ഈ പൾപ്പ് എടുത്ത് നല്ല ഫൈനായിട്ട് മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. ഞാൻ ആദ്യം അതിലേക്ക് ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല തരിയൊന്നും ഇല്ലാതെ ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി, ടേസ്റ്റിന് ആവശ്യത്തിന് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ചേർത്ത് കൊടുത്ത 3 പൗഡറിന് പുറമെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഈ സമയം അതൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ സമയം കളർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഉപ്പ് ചേർക്കുന്ന സമയം ചക്ക അരക്കുന്നതിന് മുന്നേ ഈ പൊടികളെല്ലാം അതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ മിക്സിയിൽ ഒരുമിച്ച് ഇട്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെ ചെയ്യാൻ മറന്നുപോയിട്ടാണ്. വെള്ളമൊന്നും ചേർക്കാതെ ചക്കയുടെ പൾപ്പ് മാത്രമായിട്ടാണ് അരച്ചതെങ്കിലും അത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് നൂൽപുട്ടിൻ്റെ പോലെ കുഴച്ചെടുക്കണം. അത് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് കടലപ്പൊടി എത്രയാണ് വേണ്ടതെന്നുള്ള അളവൊന്നും നോക്കേണ്ട. എത്രയാണോ അത് ടൈറ്റ് ആക്കാൻ ആവശ്യമുള്ളത് അത്ര ഉപയോഗിക്കുക. അത് നല്ല ടൈറ്റാക്കി നൂൽപുട്ടിൻ്റെ പോലെ കുഴച്ചെടുക്കുക. മാവ് നന്നായി കുഴച്ചതിന് ശേഷം അതിൻ്റെ ഒരു സ്റ്റിക്നെസ്സൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പാം ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവറോ എന്ത് വെജിറ്റബിൾ ഓയിലായാലും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സേവനഴിയിൽ കുറേ ഹോൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പം നൂൽപ്പിട്ട് ഉണ്ടാക്കുന്ന ചെറിയ ഹോളുള്ള അച്ചാണ് ഞാനിതിന് എടുക്കുന്നത്. ആദ്യത്തെ മാവ് നമുക്ക് ഇതുപോലെ ചെറിയ അച്ചിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ പാം ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഡീപ് ഫ്രൈ ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് സേവനഴിയിൽ നിന്ന് ഈ മാവ് ചുറ്റിച്ചു കൊടുക്കാം. ഒരു സിംഗിൾ ലെയർ മാത്രം ആക്കിയിട്ട് ചുറ്റിച്ചു കൊടുക്കുക. കുറേ ഇതിൻ്റെ മുകളിൽ മാവ് ചുറ്റിച്ചു കൊടുത്താൽ അത് ക്രിസ്പി ആയിട്ട് വെന്ത് വരില്ല. അത് പൊടിച്ചെടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഒരു ലെയർ മാത്രം ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. അത് ഫ്രൈ ആയതിന് ശേഷം ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇതൊരുപാട് കരിയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ഹോളിലായതുകൊണ്ട് തന്നെ ഇത് വേഗം ഫ്രൈ ആയി കിട്ടും. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള കാര്യം ഹാർഡായിട്ടിരിക്കുമ്പോൾ തന്നെ 2 ഭാഗത്തും മറിച്ചിട്ട് ക്രിസ്പി ആക്കിയിട്ട് വാങ്ങിയെടുക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാനാണെങ്കിൽ കായപ്പൊടിയുടെ കൂടെ മാവ് കുഴക്കുന്ന സമയത്ത് കുറച്ച് അയമോദകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടാൽ ഇത് കുറച്ചും കൂടി നല്ല ടേസ്റ്റിയാകും ഇത് മാത്രമായിട്ട് കഴിക്കാൻ. അതുപോലെ ഈ ചക്ക പൾപ്പ് അരച്ചതിന് ശേഷം കടലമാവ് ചേർക്കുന്നതിന് പകരം അരിപ്പൊടി ചേർത്ത് അത് കുറച്ച് നന്നായിട്ട് ടൈറ്റാക്കി കുഴച്ചെടുത്ത് അതിലേക്ക് കുറച്ച് എള്ളോ ജീരകമോ ബൈറ്റിന് വേണ്ടിയിട്ട് അതും ചേർത്ത് സ്റ്റാറുള്ള അച്ചിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഡീപ് ഫ്രൈ ചെയ്തെടുത്താൽ ചക്ക മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി അടുത്തതായി മിച്ചറിന് ആവശ്യമായിട്ടുള്ള ബൂന്തി ഉണ്ടാക്കലാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അത് കുറച്ചും കൂടി ലൂസാക്കുന്നുണ്ട്. എൻ്റെ അത് കുറച്ചധികം ലൂസായി പോയതുകൊണ്ട് കുറച്ചും കൂടി കടലമാവ് അതിലേക്ക് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. മാവ് റെഡി ആയിട്ടുണ്ട്. ലഡുവൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ബൂന്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പാത്രങ്ങളോ അച്ചുകളൊക്കെ ഉണ്ടാകും. ഇനി അതൊന്നും ഇല്ലാത്തവർക്ക് നമ്മൾ എണ്ണയിൽ നിന്ന് കോരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് സ്പൂണ് കയ്യിൽ യൂസ് ചെയ്തിട്ട് ബൂന്തി ഉണ്ടാക്കാം. അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതേ രീതിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നേരമുള്ളപ്പോൾ അതൊക്കെ കണ്ടു നോക്കണം. ചക്ക ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ ഡിഷസിൻ്റെ വീഡിയോസ് ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു പ്ലേലിസ്റ്റ് ആക്കി കൊടുത്തേക്കാം, കണ്ടു നോക്കണം. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. മിച്ചറിന് ആവശ്യമായിട്ടുള്ള ബൂന്തി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചക്കയുടെ പൾപ്പും കടലമാവും ഒക്കെ വെച്ചിട്ടുള്ള മാവിലേക്ക് കുറച്ച് ചക്കക്കുരു പുഴുങ്ങിയതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ചക്കക്കുരു പുഴുങ്ങിയതിൻ്റെ കൂടെ കടലമാവും ചേർത്ത് അത് മാത്രമായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ മാവ് ഉണ്ടാക്കാം. ഈ ഒരു മാവ് ഞാൻ കുറച്ച് വലിയ അച്ചിലാണ് ചെയ്തെടുക്കുന്നത്. നൂൽപുട്ടിൻ്റെ അച്ചിനെക്കാട്ടിലും കുറച്ച് വലിയ ഹോളുള്ള അച്ചുണ്ട്. അതിലാണ് ഞാൻ ഇത്
ഫ്രൈ ചെയ്തെടുക്കുന്നത്. മിച്ചറിൽ ചേർക്കുന്ന ഓരോ കാര്യങ്ങളിലും ഓരോ വ്യത്യസ്ത ടേസ്റ്റിലും ഷേപ്പിലും ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വലിയ അച്ചിൽ ചെയ്തെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചക്കക്കുരു വെച്ചിട്ട് ചെറിയ ചിപ്സ് ആക്കുന്നുണ്ട്. ആ ചിപ്സും ഇടയ്ക്കിടയ്ക്ക് മിച്ചറിൽ ബൈറ്റ് ചെയ്യാൻ എന്നോളം ചേർത്ത് കൊടുക്കണം. മിച്ചറിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഫ്രൈ ചെയ്യാൻ റെഡിയാക്കി വെക്കാം. ആദ്യം കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെക്കുന്നുണ്ട്. 4-5 അല്ലി മതി. പിന്നെ കുറച്ച് വറ്റൽമുളകും പൊട്ടുകടലയും നിലക്കടലയും എടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ചേർക്കാൻ കറിവേപ്പില എടുക്കാം. ഇതിനൊന്നും ഒരു പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ചക്കക്കുരു നല്ല നേരിയായിട്ട് തന്നെ സ്ലൈസ് ചെയ്യണം. അത് സ്ലൈസ് ചെയ്യുന്ന ഒരു ഉപകരണം ഉണ്ടല്ലോ ചിപ്സൊക്കെ ആക്കുമ്പോൾ, ആ ഒരു ഉപകരണം യൂസ് ചെയ്തിട്ട് തന്നെ സ്ലൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ കത്തി കൊണ്ട് എത്ര നേരിയതായി മുറിച്ചാലും ആ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടില്ല. ഈ ചിപ്സിൽ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. അതിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ചിപ്സ് എണ്ണയിൽ നിന്ന് മാറ്റി ഉടനെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മഞ്ഞളും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ ചക്കയുടെ ചമ്മണി, ചക്കയുടെ പൾപ്പിനെ കവർ ചെയ്യുന്ന ആ ഒരു വൈറ്റ് കളറുള്ള പോർഷൻ അതും എടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് എല്ലാം ഒരേപോലെ മുറിച്ചെടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അതും ഉപ്പുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് കോരിയ ഉടനെ 2 പ്രാവശ്യം ഉണ്ടാക്കി മിക്സർ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ഉണ്ടാക്കിയതാണ്. ഇത് കളറ് ചേർക്കാതെ ഉണ്ടാക്കിയതാണ്. ഇതെന്തായാലും ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം. ഇത് മാത്രം കഴിക്കാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കളറൊന്നും വേണ്ട, യെല്ലോ കളർ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്താൽ മതി. എല്ലാ വീഡിയോൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ റെഡ് കളറ് ചേർത്തിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ കൈവച്ചിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ആ മിക്സറിൻ്റെ ഒരു ലുക്കും ടേസ്റ്റും ഒക്കെ കിട്ടാൻ നിലക്കടല അത്യാവശ്യം മസ്റ്റാണ്. ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ തിളച്ച എണ്ണയിലേക്ക് കുറച്ച് നിലക്കടലയും കൂടെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പൊട്ടുകടലയും ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കുറേ ഷേപ്പിലും രുചിയിലൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇതിന് മിക്സ്ചർ എന്ന് പേര് വന്നിട്ടുണ്ടാവുക. അപ്പം നമ്മളും ഉണ്ടാക്കിയിട്ടുണ്ട്. വ്യത്യസ്ത രുചിയിലും ഷേപ്പിലും ഒക്കെ ചക്കയുടെ പല ഭാഗത്തു നിന്നെടുത്ത ഐറ്റംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ മിക്സ് ചെയ്തെടുക്കാം. മാവ് കുഴച്ച് സേവനാഴിയിൽ ഉണ്ടാക്കിയെടുത്ത ഷേപ്പും അതുപോലെ ബൂന്തി ഉണ്ടാക്കിയതിൻ്റെയും ഒക്കെ ഒരു ചെറിയൊരു ശതമാനം മാത്രമേ ഈ ചക്കയുടെ കുരു വെച്ചിട്ടുള്ള ചിപ്സ് ആയാലും ചക്കയുടെ ചമണി ആയാലും അതുപോലെ പൊട്ടുകടലയായാലും നിലക്കടലയായാലും അതെല്ലാം അതിൻ്റെ ചെറിയൊരു ശതമാനമേ ചേർക്കാവൂ. ഭൂരിപക്ഷം വേണ്ടത് മറ്റേ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചക്കയുടെ മാവ് വെച്ചിട്ടുള്ള ഐറ്റംസാണ്. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അവസാനം കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഇതെല്ലാത്തിലും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് മിക്സർ കഴിക്കുമ്പോഴും അതൊരു പെർഫെക്റ്റ് ആയിട്ട് വരിക. ഇപ്പോഴിത് കണ്ടാലായാലും കഴിക്കുമ്പോഴായാലും ഇത് ചക്ക വെച്ചുണ്ടാക്കിയ മിക്സ്ചറാണെന്നൊന്നും പറയില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചക്ക ഒരുപാടുണ്ട് എന്നാൽ മിക്സ്ചറൊന്നും ആക്കിയിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം.